ഹലോ എവരിബഡി, എല്ലാവർക്കും ഒരു ശുഭദിനം. ഇന്ന് ഞാനിവിടെ ചർച്ച ചെയ്യാൻ പോകുന്നത് ഇന്ന് ഇന്ത്യ മഹാരാജ്യത്ത് ചർച്ച ചെയ്യപ്പെടുന്ന കോക്രോച്ച് ജനതാ പാർട്ടിയുടെയും ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെയും വക്താക്കൾക്ക് വേണ്ടിയുള്ള ഈ വീഡിയോ ഇന്ത്യയിലെ പ്രബുദ്ധ ജനങ്ങൾ കേട്ട് വിലയിരുത്തുമെന്ന് കരുതിക്കൊണ്ട് തന്നെയാണ് ഈ വീഡിയോ ചെയ്യുന്നത്. പുരോഗതിയോ മതപരിവർത്തനമോ ഏതാണ് ആദ്യം ഉണ്ടാകേണ്ടത് എന്ന് കോക്രോച്ച് ജനതാ പാർട്ടിയും ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും മനസ്സിലാക്കണമെന്നാണ് ഈ അവസരത്തിൽ ഗ്രാമസ്നേഹി അഭ്യർത്ഥിക്കുന്നത്. കാതൽ ബ്ലിസ് എന്ന ഒരു എഴുത്തുകാരി മതങ്ങളുടെ ഭാവി, ഫ്യൂച്ചർ ഓഫ് റിലീജിയൻസ് എന്ന പേരിൽ ഒരു ഗ്രന്ഥം എഴുതിയിട്ടുണ്ട്. അതിൻ്റെ ഒരു ഭാഗത്ത് അവർ പറയുന്നു, ഇന്ത്യയിലെ ബ്രാഹ്മണർ എന്ന വിഭാഗത്തിൽപ്പെടുന്നവർക്ക് ആയിരം വർഷങ്ങളായി ഇന്ത്യയിൽ ആധിപത്യം പുലർത്തിക്കൊണ്ടുപോരാൻ കഴിയുന്നു എന്നത് അത്ഭുതാവഹമായ ഒരു പ്രതിഭാസമാണെന്നാണ്. ജനസംഖ്യയിൽ അവർ ഹൈന്ദവരുടെ ഇടയിൽ വളരെ ചെറിയ ഒരു ശതമാനം മാത്രമേ വരുന്നുള്ളൂ. എന്നിട്ട് പോലും അവർ ഇവിടുത്തെ രാഷ്ട്രീയവും ഭരണപരവും സാംസ്കാരികവും സാമൂഹികവുമായ രംഗത്ത് പ്രാമാണ്യം നിലനിർത്തിപ്പോന്നു. എനിക്ക് തോന്നുന്നു ഇവിടുത്തെ പിന്നോക്ക വിഭാഗങ്ങൾ ഇന്ന് പട്ടികജാതിക്കാരെന്നും ഗോത്രവർഗ്ഗക്കാരെന്നും പറയപ്പെട്ടു പോരുന്നവർ ഉൾപ്പെടെയുള്ളവർ പിന്നോക്ക വിഭാഗങ്ങൾ ഇന്നും അവഗണിക്കപ്പെട്ടവരും പിന്തള്ളപ്പെട്ടവരും തന്നെയായി കഴിയുന്നത് മേൽ സൂചിപ്പിച്ചതിനേക്കാൾ അത്ഭുതമായ ഒരു പ്രതിഭാസം ആണെന്നാണ്. അതായത്, ഞാൻ മനസ്സിലാക്കുന്നത് ശരിയാണെങ്കിൽ ഈ വിഭാഗങ്ങൾ ഹൈന്ദവരിൽ ഏതാണ്ട് 75% വരും. അത് ഇന്ത്യയിലെ അവർണ്ണ ഹിന്ദുക്കൾ എന്ന് പറയുന്നവരുടെ ജനസംഖ്യ ഏത് കണക്ക് വെച്ച് നോക്കിയാലും ഇവിടെ ഭൂരിപക്ഷമുള്ളവരാണ്. ഇന്ത്യയിൽ ഇന്ന് ജനാധിപത്യമാണ് താനും. അങ്ങനെയാകുമ്പോൾ സാധാരണഗതിയിൽ ഭരണരംഗത്തെ നിയന്ത്രിക്കാനുള്ള സമ്പൂർണ്ണമായ അധികാരം അവരുടെ കൈകളിൽ എത്തേണ്ടതാണ്. ഇവിടെ ഞാൻ ഒരു കാര്യം വ്യക്തമാക്കട്ടെ. ജനാധിപത്യം അംഗീകരിച്ച് അതോടൊപ്പം മതേതരത്വവും സോഷ്യലിസവും ദേശീയ ലക്ഷ്യവുമായി അംഗീകരിച്ച നമ്മുടെ ഇന്ത്യയിൽ മതത്തിൻ്റെയോ ജാതിയുടെയോ അടിസ്ഥാനത്തിൽ രാഷ്ട്രീയ കക്ഷികൾ മാത്രമല്ല, ഒരു തരത്തിലുള്ള സംഘടനകൾ പോലും ഉണ്ടാകരുതെന്നാണ് എൻ്റെ സുചിന്തിതമായ അഭിപ്രായം. അവിടെ ഏതു തരത്തിലുള്ള ഇടപെടലുകളും ജനാധിപത്യം പുറകോട്ട് വലിക്കുമെന്നത് തന്നെയാണ്. പക്ഷേ ഭരണഘടന വിഭാഗം ചെയ്യുന്നതും രാഷ്ട്രീയ കക്ഷികൾ പ്രഖ്യാപിക്കുന്നതും ദേശീയ ജീവിതത്തിൻ്റെ എല്ലാ സ്ഥാപനങ്ങളിലും സാമൂഹ്യവും സാമ്പത്തികവും രാഷ്ട്രീയവുമായ നീതി അന്തസ്സത്തയായി തീരുന്നതിന് ഉതകുന്ന ഒരു സാമൂഹ്യ വ്യവസ്ഥിതി സംപ്രാപ്തമാക്കുന്നത് വഴി ജനങ്ങളുടെ ക്ഷേമം പുലർത്താൻ യത്നിക്കുക എന്ന ലക്ഷ്യമാണ് ഭരണഘടന 38 അനുച്ഛേദം നൽകുന്നത്. ഭരണഘടന നിലവിൽ വന്നിട്ട് വർഷങ്ങളായെങ്കിലും എന്തുകൊണ്ടാണ് ആ ലക്ഷ്യത്തെ വേണ്ട തരത്തിൽ സമീപിക്കുവാൻ നമുക്കിതുവരെ കഴിയാതിരിക്കുന്നത്? ഈ ചോദ്യം വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. ഇതിൻ്റെ ഉത്തരം എന്താണെന്ന് അന്വേഷിക്കാൻ തുടങ്ങുമ്പോൾ ഡോക്ടർ ബാബാസാഹേബ് അംബേദ്കർ ചെയ്ത സ്വാതന്ത്ര്യത്തിൻ്റെ പ്രസക്തി എന്ന പ്രസംഗത്തിൻ്റെ പ്രസക്തി നമുക്ക് ബോധ്യമാകും. ലോകത്തിൻ്റെ വേറെ ഒരു ഭാഗത്തും കാണാൻ കഴിയുകയില്ല ഇന്ത്യയുള്ള പോലുള്ള ഒരു ജനതയെ. ഇവിടുത്തെ ബ്രാഹ്മണർ തൊട്ട് പഞ്ചമന്മാരെന്ന് പറയപ്പെടുന്ന ആയിരക്കണക്കിനുള്ള ജാതികളിൽ താഴെ അറ്റത്തുള്ള ജാതിക്കാരൻ വരെ ഹിന്ദു ആണത്രേ. ജനസംഖ്യ കണക്കെടുക്കുമ്പോൾ അവരെ എല്ലാം ഹിന്ദുക്കളായി കരുതപ്പെടുന്നു ഉണ്ടാവുമല്ലാതെ അവർ തങ്ങളിൽ വേറെ എന്തെങ്കിലും ബന്ധമുള്ളതായി ആരെങ്കിലും കരുതുന്നുണ്ടോ? സവർണ വിഭാഗങ്ങളും അന്യമതസ്ഥരുമായി കാണിച്ചു പോരുന്ന സൗഹൃദവും സമത്വഭാവവും വീഴ്ചയും അടുപ്പവും എത്ര സവർണർ അവർണരോട് കാണിച്ചു പോരുന്നുണ്ട്? മതങ്ങളെപ്പറ്റി പറയാറുണ്ട്, അവ ജനങ്ങളെ അടുപ്പിക്കുന്നതാണെന്നാണ്. ഇംഗ്ലീഷിലെ റിലീജൻ എന്ന പദം ബന്ധിപ്പിക്കുന്ന എന്നർത്ഥമുള്ള റെലിഗാര എന്ന ലാറ്റിൻ പദത്തിൽ നിന്നും വന്നതാണ്. ഇവിടുത്തെ ഹിന്ദുക്കളെ തമ്മിൽ ബന്ധിപ്പിക്കാൻ ഒരു നേരിയ നൂൽ പോലുമില്ലെന്നതാണ് യാഥാർത്ഥ്യം. സമത്വം എന്നത് ഉണ്ടാകണമെങ്കിൽ സാമ്പത്തികവും സാമൂഹികവും രാഷ്ട്രീയമായ തുല്യത ഒരല്പമെങ്കിലും ഉണ്ടാകണം. പ്രത്യേകിച്ച് സാമ്പത്തികമായ തുല്യത. അതിൻ്റെ പുറകിൽ നിക്ഷിപ്ത താല്പര്യമുണ്ട് എന്ന വസ്തുത നാം കാണുന്നു. ഇവിടുത്തെ രാഷ്ട്രീയ കക്ഷികളെ നോക്കിയാൽ പലതും ഉന്നത വിഭാഗത്തിൻ്റെ നിക്ഷിപ്ത താല്പര്യത്തെ താലോലിക്കുന്നതുമാണെന്ന് കാണാൻ കഴിയുമല്ലോ. അതായത്, സമൂഹത്തിൻ്റെ താഴെക്കിടയിലുള്ള താല്പര്യ സംരക്ഷണം പലതിനെ സംബന്ധിച്ചിടത്തോളം പ്രധാനമല്ലേ? ഈ സമീപനം പണ്ടേ നിലനിന്ന് പോരുന്നതാണ്. ഡോക്ടർ അംബേദ്കർ ഇന്ത്യയിലെ ജനങ്ങളെക്കുറിച്ച് തികച്ചും ശാസ്ത്രീയമായി തന്നെ പഠിച്ച ഒരാളാണ്. ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി സമരം ചെയ്തു പോന്നിട്ടുള്ള നേതാക്കൾ സ്വാതന്ത്ര്യം എന്ന പദം കൊണ്ട് എന്താണ് ഉദ്ദേശിച്ചതെന്ന് അദ്ദേഹം നേരത്തെ മനസ്സിലാക്കിയിരുന്നു. അതായത്, ഇവിടുത്തെ സമ്പന്ന സവർണവർഗത്തിൻ്റെ സ്വാതന്ത്ര്യമായിരുന്നു അവരുടെ ലക്ഷ്യം. ബ്രിട്ടീഷ് ഭരണകാലത്ത് ഉന്നതമായ ഔദ്യോഗിക സ്ഥാനങ്ങൾ വഹിച്ചിരുന്ന ബ്രിട്ടീഷുകാരുടെ സ്ഥാനത്ത്
തങ്ങൾക്ക് കടന്നുകൂടണമെങ്കിൽ ബ്രിട്ടീഷ് മേൽക്കോയ്മയിൽ നിന്നുള്ള വിമോചനം നേടണമെന്ന് അവർ കണ്ടു. അതിൻ്റെ അപ്പുറത്തെ പറയത്തക്ക ആദർശം എന്തെങ്കിലും ഉണ്ടായിരുന്നുവോ? ഇന്ത്യയിലെ മർദ്ദവിഭാഗങ്ങളെ പരിഗണിക്കേണ്ടതാണെന്ന് ഗാന്ധിജിക്ക് തന്നെ തോന്നിയത് ഒട്ടമേശ സമ്മേളനത്തിൽ ഡോക്ടർ ബാബാസാഹേബ് അംബേദ്കർ ഇന്ത്യയിലെ പിന്നോക്ക വിഭാഗങ്ങളെ സംബന്ധിച്ചെടുത്ത അത്യന്തവും ശക്തവുമായ സ്വതന്ത്രമായ നിലപാട് കണ്ടതോടെയായിരുന്നു എന്ന് വ്യക്തമായ കാര്യമാണ്. അധസ്ഥിതരെ ആ നിലയിൽ തന്നെ തളച്ചിട്ടിരിക്കുന്നത് ഹിന്ദുമതമാണ് എന്ന് ഡോക്ടർ അംബേദ്കർ കണ്ടു. അവർക്ക് നല്ല ആഹാരം കഴിച്ചുകൂടാ, വസ്ത്രം ധരിച്ചുകൂടാ, നല്ല പാത്രത്തിൽ വെള്ളം കോരിക്കൂടാ, നല്ല വീട്ടിൽ താമസിച്ചുകൂടാ, ആദായകരമായ തൊഴിൽ ചെയ്തുകൂടാ, ഗവൺമെൻറ് സർവീസിൽ നിന്ന് കടന്നു ചെന്നുകൂടാ. ഈ നിരോധനങ്ങൾ മതത്തിൻ്റേതാണ്. സാംസ്കാരികവും മാനസികവും സാമ്പത്തികവും സാമൂഹികമായ വളർച്ച അവർക്കുണ്ടാകേണ്ടത് അവരുടെ അടിമകളാക്കിയത് മതമാണ്. നമ്മുടെ കേരളത്തിലെ കാര്യവും വളരെ വ്യത്യസ്തമായിരുന്നില്ലല്ലോ. ജീവിക്കാനുള്ള പ്രകൃതി സഹജമായ അവകാശം ഉണ്ടായിരുന്നുവോ? ഇവിടുത്തെ അവർണർക്ക് തീണ്ടലും തൊടിയിലും മാത്രമല്ല, കാണാൻ പോലും പാടില്ല എന്നുള്ള വ്യവസ്ഥകളും ഉണ്ടായിരുന്നില്ലേ? ദൂരം തന്നെ അളന്നിരുന്നത് തീണ്ടാപ്പാടിൻ്റെ പേരിലായിരുന്നു എന്നത് എത്ര അപഹാസ്യമായ കാര്യമായിരുന്നു എന്ന് ഓർക്കൂ. ആ കാരണത്താലും മറ്റുമാണല്ലോ 1892 കേരളം സന്ദർശിക്കാനിടയ സ്വാമി വിവേകാനന്ദൻ കേരളം തനി ഭ്രാന്താലയമാണെന്ന് പറഞ്ഞത്. സാമ്പത്തിക പുരോഗതിക്കാണോ മതപരിവർത്തനത്തിനാണോ നാം ആദ്യം മുൻകൈ എടുത്ത് പ്രവർത്തിക്കേണ്ടത് എന്ന ചോദ്യവും ഇവിടെ ചർച്ച ചെയ്യേണ്ടതായ ആവശ്യമാണെന്ന് ഞാൻ കരുതുന്നു. സാമ്പത്തിക പുരോഗതിയാണ് ആദ്യം പ്രവർത്തിക്കേണ്ടതാകേണ്ടതെന്ന ആശയത്തോട് ഞാൻ ഒരിക്കലും യോജിക്കുന്നില്ല. മതപരിവർത്തനവും സാമ്പത്തിക പുരോഗതി എന്ന ഈ വാദവിഷയം രാഷ്ട്രീയ പരിവർത്തനമാണോ സാമൂഹ്യ പരിവർത്തനമാണോ ആദ്യമുണ്ടാകുന്ന വാദം പോലെ പിന്തുടരുന്ന ശുഷ്കമായ വാദമാണ്. സമൂഹത്തിൻ്റെ പുരോഗതിക്കും വികസനത്തിനും ഒട്ടനവധി മാർഗങ്ങൾ പ്രായോഗികമാക്കേണ്ടിയിരിക്കുന്നു. ഇത്തരം മാർഗങ്ങൾക്ക് ഓരോന്നിനും അതിൻ്റെ പ്രാധാന്യമുണ്ട്. ഒരേ തത്വം തന്നെ എല്ലാ മാർഗങ്ങൾക്കും ഒരുപോലെ പ്രായോഗികമല്ല. എന്തായാലും മതപരിവർത്തന സാമ്പത്തിക പരിഷ്കരണങ്ങൾ ഒരുപോലെ പ്രായോഗികമായ ഒരു മാർഗം ആർക്കെങ്കിലും നിർദ്ദേശിക്കാൻ ഉണ്ടെങ്കിൽ ഞാൻ സാമ്പത്തിക പരിവർത്തനത്തിന് മുൻഗണന നൽകാം. അത്യാധികാരൻ എന്ന അധസ്ഥിതത്വം നിങ്ങളുള്ളിടത്തോളം കാലം നിങ്ങൾക്ക് എങ്ങനെ സാമ്പത്തിക പുരോഗതി നേടാൻ കഴിയുമെന്ന കാര്യം ചിന്തിക്കാൻ പോലും ഞാൻ നിസ്സഹായനാണ്. നിങ്ങൾക്കിടയിൽ നിന്ന് ആരെങ്കിലും ഒരു കച്ചവടം തുടങ്ങിയാൽ അയിത്തം നിങ്ങൾക്കൊരു ശാപമാണ്. നിങ്ങളുടെ കഴിവുകളെല്ലാം തുരുമ്പിച്ച് പൊടിഞ്ഞു പോവുകയാണ്. ഇത്തരം ചുറ്റുപാടുകളിൽ നിങ്ങളുടെ എന്ത് മഹത്വമാണ് കൂട്ടിച്ചേർക്കാനാവുന്നത്? അത്തരം മഹത്വം നിങ്ങൾ എന്തെങ്കിലും കൂട്ടിച്ചേർക്കാൻ നിങ്ങൾക്കുണ്ടെങ്കിൽ എന്താണ് അതിനുള്ള പ്രസക്തി? അതുകൊണ്ട് നിങ്ങളുടെ വിദ്യാഭ്യാസ പ്രബോധത നിങ്ങൾ പ്രയോജനപ്പെടുത്തണം. നിങ്ങൾ അയിത്തത്തിൻ്റെ മുഖം വലിച്ചെറിയണം. അതായത് നിങ്ങളുടെ മതപരിവർത്തനമാണ് അതിന് ഏക മാർഗം. അവരവർ പ്രകാശമാനമാവുക. ഈ അവസരത്തിൽ എന്തു സന്ദേശമാണ് ഞാൻ നിങ്ങൾക്ക് സംഭാവന ചെയ്യുക? ഞാൻ അതിനെക്കുറിച്ച് ചിന്തിക്കുന്നിടയിൽ ഭഗവാൻ ബുദ്ധദേവൻ തൻ്റെ മഹാപരിനിർവാണത്തിന് മുമ്പ് തൻ്റെ ഭിക്ഷുക്കൾക്ക് നൽകിയത് മഹാപരിനിഭൻ സുതയിൽ വിവരിച്ചിട്ടുള്ളതുമായ സന്ദേശം ഞാൻ അനുസ്മരിക്കുന്നു. ഒരിക്കൽ ഭഗവാൻ ഒരു രോഗശയിൽ നിന്ന് രക്ഷ പ്രാപിച്ച് ഒരു മരത്തണലിൽ വിശ്രമിക്കുകയായിരുന്നു. അദ്ദേഹത്തിൻ്റെ പ്രിയങ്കരനായ ശിഷ്യൻ ആനന്ദൻ ബുദ്ധനെ സമീപിച്ച് ആദരിച്ച് അടുത്തിരുന്നു. അദ്ദേഹം ബുദ്ധനോട് ആരാഞ്ഞു, ഞാൻ അങ്ങയെ സന്തുഷ്ടനായിരിക്കുമ്പോഴെന്ന പോലെയാണ് കേടുകാലത്ത് ദർശിച്ചിട്ടുള്ളത്. എന്നാൽ ഇത്തവണത്തെ അസുഖം എൻ്റെ മനസ്സിനെ വളരെ ഭാരമുള്ളതാക്കി തീർത്തു. എനിക്ക് യാതൊരു മനസ്സുഖവുമില്ല. മനസ്സിനെ ധർമ്മത്തിൽ ഏകാഗ്രമാക്കാൻ കഴിയുന്നില്ല. സംഘത്തിന് സന്ദേശം നൽകാതെ അങ്ങയ്ക്ക് പൂർണ്ണയിലെത്താൻ കഴിയില്ലല്ലോ എന്ന ചിന്ത എന്നെ സംതൃപ്തനാക്കുന്നില്ല. ബുദ്ധൻ ഭഗവാൻ പ്രതിവേദിച്ചു, ആനന്ദ, സംഘം എന്നിൽ നിന്നും എന്താണ് പ്രതീക്ഷിക്കുന്നത്? ആനന്ദ, ഞാൻ ധർമ്മത്തെക്കുറിച്ച് മനസ്സ് തുറന്ന് ഒന്നും മറച്ചു പിടിക്കാതെ ഉപദേശിച്ചിട്ടുണ്ട്. തഥാഗതത്തെക്കുറിച്ച് മറ്റ് ഗുരുക്കന്മാരെ പോലെ ഒന്നും മറച്ചു വെച്ചിട്ടില്ല. ആനന്ദ, ഇതിൽ കൂടുതൽ എന്താണ് എനിക്ക് വിശ്വസംഘത്തോട് പറയാനുള്ളത്? ആനന്ദ, വിളക്ക് പോലെ സ്വയം പ്രകാശിക്കുകയാണ് വേണ്ടത്. ഭൂമി എന്നതുപോലെ പ്രകാശത്തിന് വേണ്ടി ആശ്രയിച്ച് നിൽക്കരുത്. ഒന്നിൻ്റെയും പ്രതിബിംബമാകരുത്. സ്വയം വിശ്വസിക്കുക, അന്യരെ ആശ്രയിക്കാതിരിക്കുക, സത്യസന്ധരായിരിക്കുക. സത്യത്തിൻ്റെ പാതയിൽ നിന്നും ഒളിച്ചോടാതെ അത് അന്യന് വേണ്ടി അടിയറവ് വയ്ക്കാതിരിക്കുക. ഞാനും നിങ്ങളും ബുദ്ധൻ്റെ വാക്കുകളിലേക്ക് ഫലമേൽപ്പിക്കുന്നു. നിങ്ങളുടെ വഴികാട്ടി നിങ്ങൾ തന്നെ ആയിരിക്കട്ടെ. വ്യവസ്ഥാപിത കാര്യങ്ങളുടെ രക്ഷാമാർഗം കണ്ടെത്തുക. മറ്റുള്ളവർക്ക് കീഴടങ്ങാതിരിക്കുക. സത്യസന്ധരായിരിക്കുക. സത്യത്തിലൂടെ രക്ഷ നേടുക. മറ്റുള്ളവർക്കായി സ്വയം അടിയറവക്കാതിരിക്കുക. ഈ വരുത്തിരിവൻ്റെ കാലത്ത് ബുദ്ധൻ്റെ സന്ദേശങ്ങൾ നിങ്ങളുടെ ഹൃദയങ്ങൾ സൂക്ഷിക്കപ്പെടുമെങ്കിൽ നിങ്ങളുടെ തീരുമാനങ്ങൾ വഴിതെറ്റിപ്പോവുകയില്ലെന്ന് എനിക്ക് വിശ്വാസമുണ്ട്. വരാനിരിക്കുന്ന ജാതി സെൻസസിന് മുമ്പ്, ഇന്ത്യൻ സെൻസസിന് മുമ്പ് കോക്രോച്ച് പാർട്ടിയുടെ അണിയർ പ്രവർത്തകർ ഈ വീഡിയോ കാണുകയും വിലയിരുത്തുകയും കമൻറ്റ് ചെയ്യണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. അതുപോലെ തന്നെ കേരളത്തിലെയും പ്രബുദ്ധജനങ്ങൾ കാണുകയും ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുകയോ കമൻറ്റ് ചെയ്യുകയോ ചെയ്യണമെന്ന് ഞാൻ ഗ്രാമസ്നേഹി ന്യൂസ് റിപ്പോർട്ടറിന് വേണ്ടിയും ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വേണ്ടിയും താല്പര്യത്തോടു കൂടി അഭ്യർത്ഥിക്കുകയാണ്. എല്ലാവർക്കും ജയ് ഭീം, ജയ് ഇന്ത്യ.